മുതൽ KSRTC ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ടിക്കറ്റിൽ ഇതുപോലെ ഫീമെയിൽ മെയിൽ എന്നിങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. നേരത്തെ കോൺഗ്രസ് പ്രഖ്യാപിച്ച 5 ഗ്യാരണ്ടികളിലൊന്നായ സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ യാത്ര സൗജന്യമാക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. എത്ര സ്ത്രീ യാത്രക്കാരാണ് ഒരു ദിവസം യാത്ര ചെയ്യുന്നത് എന്ന് അറിയുന്നതിന് വേണ്ടി, ആ കണക്കെടുപ്പിന് വേണ്ടിയാണ് ഇത്തരത്തിൽ ടിക്കറ്റുകളിൽ ഫീമെയിൽ മെയിൽ എന്ന് ജെൻഡർ രേഖപ്പെടുത്തിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ ഇന്നു മുതൽ എങ്ങനെയാ ടിക്കറ്റ് എടുക്കുന്ന സംവിധാനമൊക്കെ എങ്ങനെയാ? ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് ഏത് വനിതാ യാത്രക്കാരാണോ അതോ പുരുഷ യാത്രക്കാരാണോ എന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് കൊടുക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത്. അവിടെ അതിനുള്ള സംവിധാനം ഇന്നോട്ട് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ കണക്കെടുപ്പിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ 12 വയസ്സിന് താഴെയുള്ള പിള്ളേരുടെയൊക്കെ ടിക്കറ്റിൽ ചൈൽഡ് എന്ന് മാത്രമേ ഉള്ളൂ. അവർക്ക് ബോയ് ആണോ ഗേൾ ആണോ എന്നുള്ളത് പ്രത്യേകം പറയുന്നില്ല. നിലവിൽ 12 വയസ്സിന് മുകളിലേക്കുള്ളവരുടെ കണക്കെടുപ്പ് അത്രേ ഉള്ളൂ. ഇപ്പോൾ ഒരു തുമ്പോളിക്ക് ഒരു ടിക്കറ്റ് എടുക്കുവാണെങ്കിൽ അപ്പോൾ ഇതിനകത്ത് മെയിൽ ഓർ ഫീമെയിൽ എന്ന് ഇവിടെ ഇങ്ങനെ വരും. മെയിൽ ഇപ്പോൾ ഒരാളാണെങ്കിൽ ഒരാളെന്ന് കൊടുക്കുക, ഫീമെയിൽ ഒരാളാണെങ്കിൽ 1, 2 ആണെങ്കിൽ 2. അത് കഴിഞ്ഞേച്ച് അത് ടിക്കറ്റ് വന്നു കഴിയുമ്പോൾ ചൈൽഡ് ഉണ്ടെങ്കിൽ ഓൾ കാറ്റഗറീസിൽ അത് വേറെ സെക്ഷനായിട്ടാണ് ചൈൽഡിൻ്റെ നടക്കുന്നത്. അപ്പോൾ എടുത്ത് കഴിഞ്ഞിട്ട് ഇന്നോട്ടാണിത് വന്നേക്കുന്നത്. വൈകിട്ടാകുമ്പോഴത്തേക്കും മെഷീൻ തന്നെ എത്ര ഫീമെയിൽ മെയിലിനെ മെഷീനകത്ത് കണക്ക് വന്നോളും. അപ്പോൾ അത് കണക്ക് 2-3 ദിവസത്തേക്ക് ഇങ്ങനെ ചെയ്യണമെന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് കൂടുതൽ വിവരങ്ങൾ നമുക്ക് തന്നിട്ടില്ല. ഇതെടുത്ത് കൊടുക്കാനേ പറഞ്ഞിട്ടുള്ളൂ. ടിക്കറ്റ് എടുത്തു. ഇന്നു മുതൽ ടിക്കറ്റിൽ മെയിൽ ഫീമെയിൽ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ശ്രദ്ധിച്ചിരുന്നോ മാറ്റം? കണ്ടു. ഈ സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യ യാത്ര നടപ്പാക്കാൻ പോകുന്നതിന്റെ ഭാഗമായിട്ടാണ് നടപടി. അത് നല്ല കാര്യം. നമുക്ക് ജോലിയുള്ളതാണ്. അപ്പം ഡെയിലി പോകാൻ വരുമ്പോഴത്തേക്ക് 100 രൂപ പിന്നെ ബസ് ചാർജ് വേണം. അപ്പം സർക്കാരിനോട് നന്ദിയുണ്ട്. സ്ത്രീകൾക്ക് സൗജന്യമാക്കണേ, അത് വലിയ ഉപകാരമാണ്. ഉപകാരം. ഒരു സന്തോഷമുണ്ട്. എത്രയും പെട്ടെന്ന് നടപ്പാക്കണമെന്ന്. കുറച്ചും കൂടെ നേരത്തെ നടപ്പാക്കിയിരുന്ന കൊള്ളായിരുന്നു തോന്നിയിട്ടുണ്ട്. ഏതാണ്ട് 23.5 ലക്ഷം ആളുകൾ ഒരു ദിവസം KSRTC സർവീസ് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അതിൽ 45% സ്ത്രീകളാണ് എന്നുള്ളതാണ് നിലവിലെ കണക്ക്. കൃത്യമായ കണക്ക് കിട്ടുമ്പോഴായിരിക്കും എത്ര കോടി രൂപ ഈ പദ്ധതിക്ക് വേണ്ടി വരും എന്ന കാര്യത്തിലൊക്കെ ഒരു കൃത്യത വരിക. എങ്കിൽ പോലും ഒരു മാസം ഏതാണ്ട് ഈ പദ്ധതി, അതായത് ഓർഡിനറി ബസ്, സൂപ്പർ ഫാസ്റ്റ്, സൂപ്പർ ക്ലാസ് AC ബസ്സുകളിലൊക്കെ തന്നെ സ്ത്രീകൾക്ക് യാത്ര സൗജന്യമാക്കുകയാണെങ്കിൽ ഒരു മാസം 90 കോടി രൂപയുടെ ചിലവ് വരും എന്നുള്ളതാണ് നിലവിലെ കണക്ക്. അങ്ങനെയെങ്കിൽ നിലവിലെ വരുമാനമൊക്കെ അനുസരിച്ച് KSRTCക്ക് ഈ പദ്ധതി നടപ്പാക്കാൻ കഴിയുമോ എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങൾ മറുഭാഗത്തുണ്ട്. ഏതായാലും യാത്രക്കാർ, പ്രത്യേകിച്ച് സ്ത്രീ യാത്രക്കാർ, വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് സൗജന്യ യാത്രയെ സ്വാഗതം ചെയ്യുന്നത്. ആദ്യ മന്ത്രിസഭയിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനം ഉണ്ടാകും എന്നുള്ളതാണ് നിലവിലെ സൂചന. ആലപ്പുഴയിൽ നിന്ന് സുഭാഷ് പിള്ളയ്ക്കൊപ്പം സുധിഷ ധർമ്മൻ.